പറഞ്ഞു എവിടെത്തി? പേരോടിന്റെ ഒക്കെ ഇപ്പൊ എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയെയാണ് നമ്മൾ കാണുന്നത്. അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ്. എന്താ പറയണത്? പനിയുണ്ടായാൽ നമ്മൾ ഗുളിക കുടിക്കും, ഒരു പാരാസിറ്റമോൾ. ഒരു വയറുവേദന ഉണ്ടായാൽ നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും. രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ. ഷെയ്ഖ് ജീലാനി ഒരു നിമിത്തമാണ്, ഹബീബായ റസൂലുള്ളാഹ് ഒരു നിമിത്തമാണ്, പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ്, ഡോക്ടർ ഒരു നിമിത്തമാണ്. അങ്ങനെ എല്ലാം ഫിസിയോതെറാപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ്. എല്ലാം നിമിത്തം. ഒരേ അളവിലാണ് ഇപ്പൊ അയാൾ കൊണ്ടുപോകുന്നത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, ഓരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് സബബുകളിലൂടെയാണ്. ഇപ്പൊ രോഗം മാറുന്നതിന് ഭൗതികമായ സബബുകളുണ്ട്, അഭൗതികമായ സബബുകളുണ്ട്. സബബ് എന്ന് പറഞ്ഞാൽ നിമിത്തം, കാരണം എന്നൊക്കെ പറയാം. ഇപ്പൊ പാരസിറ്റാമോള് അത് പനി മാറാനുള്ള ഭൗതികമായ ഒരു നിമിത്താണ്. നമ്മൾ ഔലിയാക്കളുടെ അടുക്കൽ പോകും, മഹാന്മാരുടെ അടുക്കൽ പോകും രോഗം മാറാൻ വേണ്ടിയിട്ട്. അത് അഭൗതികമായ ഒരു നിമിത്തമാണ്, കാരണമാണ്. ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ സബബുകളാണ്. അല്ലാഹു തആല അവർ മുഖേന നമ്മുടെ രോഗം മാറ്റും. സബബുകളാണ്, നിമിത്തങ്ങളാണ് എന്ന് പറഞ്ഞതിനെ ഈ സമദ് പരിഹസിക്കാണ്. പേരോട് ഉസ്താദ് അത് പറഞ്ഞതിൻ്റെ പേരിൽ പേരോട് ഉസ്താദിൻ്റെ നാവിനെ ഉമർ സുല്ലിമൻ്റെ നാവാക്കാണ്. എന്നാൽ ഇവൻ്റെ തന്നെ സ്വാഹിബുൽ വക്ത്, ഇവൻ്റെ മുദബ്ബിറുൽ ആലം, ഇവൻ്റെ ശൈഖാണ് എന്ന് പറയപ്പെടുന്നവൻ മാത്രമല്ല ഇവൻ്റെ അലിയാക്ക. ആ അലിയാക്ക പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കൂ. ഓൻ്റെ നാവ് ഉമർ സുല്ലിമൻ്റെ നാവാണോ? ഒന്ന് കേട്ടോക്കി. നമ്മളെ ദുനിയാവല്ലേ പല പ്രശ്നം ഉണ്ടാകും, പല വിഷമം ഉണ്ടാകും, പല പ്രയാസം ഉണ്ടാകും. അതിന്റെ എല്ലാം പരിഹാരത്തിന് അല്ലാഹു സബബാക്കി വെച്ചയച്ച് തന്നവരാണ് ശൈഖുനാ മടവൂര് ഖദ്ദസല്ലാഹു സിറ. ശൈഖുനാ സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ നമ്മുടെ പ്രയാസങ്ങളുടെ, നമ്മുടെ വിഷമങ്ങളുടെ, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ പരിഹാരത്തിനുള്ള സബബാണ്. പ്രശ്നം, പ്രയാസം, ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞാൽ രോഗം. അപ്പൊ രോഗത്തിന്റെ ശമനത്തിന് ഒരു സബബാണ്, ഒരു നിമിത്തമാണ്, ഒരു കാരണമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുള്ളാഹി. ഇത് പറഞ്ഞ ആരാ? നമ്മളെ ഈ സമദിന്റെ ആളിയാക്ക, സമദിന്റെ മുദബ്ബിറുൽ ആലം, സമദിന്റെ സ്വാഹിബുൽ വക്ത്. ഓനാണ് ഈ പറയുന്നത് സബബാണ്. സബബ് പറഞ്ഞാൽ നിമിത്തമാണ്, കാരണമാണ്. അപ്പൊ ഔലിയാക്കൾ നിമിത്തമാണ്, കാരണമാണ്. ഇത് പറഞ്ഞപ്പം പേരോട് ഉസ്താദ് പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദിന്റെ നാവിനെ ഉമർ സുല്ലമിന്റെ നാവാക്കി സമദ്. എന്നാ കോമാടന്റെ നാവിനെയും ഉമർ സുല്ലമിന്റെ നാവാക്കട്ടെ. ഈ ചങ്ങായി ഇത് പറയാൻ മാത്രല്ല, അത് പറഞ്ഞു ദോർക്കുന്നുണ്ട്. അവൻ്റെ മോ അതും കൂടി ഒന്ന് കേട്ടു ഞങ്ങള്. എത്രയോ രോഗികൾക്ക് ശിഫയാക്കാൻ, ശിഫക്ക് കാരണമായ ശൈഖുനാന്റെ വസീലയിൽ പടച്ചോനെ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. കേട്ടില്ലേ? ശിഫക്ക് കാരണമായ ശൈഖുനാന്റെ വസീലയിൽ രോഗങ്ങളൊക്കെ മാറ്റി തരണേന്ന്. കണ്ടില്ലേ? എങ്ങനെയുണ്ട്? ഇതിപ്പോ ഉമർ സുല്ലമിന്റെ നാവാണോ? അല്ല, സമദ് മറുപടി പറയണം. ഇത് ഉമർ സുല്ലമിന്റെ നാവാണോ? ഇയാളിത് പറഞ്ഞ് കാരണം ശൈഖുനാ സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് രോഗശമനത്തിനുള്ള കാരണമാണ്, ശിഫക്ക് കാരണമായ വസീലയിൽ എന്ന് ഇയാൾ ഓർക്കണേ. എന്താ സമദ് എനിക്ക് പറയാനുള്ളത്? എവിടുന്ന ബനൊക്കെ നീച്ചേരണേ? ഇതൊക്കെ മെശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പറയണതെന്ന് പറഞ്ഞേ. മെശായിഖൻ്റെ അത് സബബാണ് എന്ന് പറയുന്നുണ്ട്. ആ സബബ് വെച്ചിട്ട് ദ്വാരക്കുണ്ട്. പിന്നെ എവിടുന്ന ഇവർക്ക് കിട്ടണേ? ഏത് അടുപ്പുന്ന ചങ്ങാമാരെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണേ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിച്ചാ ഏത് ചെയ്ത്താനാ നിങ്ങളെ ഈ പറ്റിച്ചുകൊണ്ടിരിക്കണേ? ഇതാ ഇവര് മെശായിഖ എന്ന് പറഞ്ഞ ആളാണല്ലോ ഇപ്പൊ ഈ ചങ്ങായി. ഈ ചങ്ങായി പറയുന്നു സബബാണ് എന്ന്. മറ്റേ ചങ്ങായി കളിയാക്കണ സബബ എന്ന് പറഞ്ഞാൽ അത് ഉമർ സുല്ലമിന്റെ നാവാണ് എന്ന്. എവിടുന്ന അവരൊക്കെ പഠിച്ചേ? എവിടുന്ന എനിക്കൊക്കെ ഇത് കിട്ടണമെന്നാ ചോദിക്കണേ? നിങ്ങൾ സ്വന്തം പറയില്ല, മൈക്കകൾ മാത്രമാണെന്നല്ലേ കിട്ടണേ? മെച്ചായിക്കന്മാരിൽ നിന്നാണെന്നല്ലേ? ഏതാണ് എൻ്റെ മെച്ചായിക്ക്? ഈ കോമാട്ടിച്ചൽ അബ്ദുള്ളാന്റെ മെച്ചായിക്കാണോ? അല്ലേ?